യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എല്ലാവരെയും വലിയ സ്നേഹത്തോടെ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുന്നു. വചനം കേട്ട് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം, സൗഖ്യം പ്രാപിക്കാം, ദൈവസ്നേഹത്താൽ നിറയാം, ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് മാറാം. ഫിലിപ്പി ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനം, എനിക്ക് ഒന്നിനും ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് അറിയാം, മറിച്ച് പൂർണ്ണ ധൈര്യത്തോടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവിതം വഴിയോ മരണം വഴിയോ മഹത്വപ്പെടണമെന്ന് എനിക്ക് തീവ്രമായ ആഗ്രഹവും പ്രതീക്ഷയുമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എനിക്ക് ഒന്നിലും ലജ്ജിക്കേണ്ടി വരത്തില്ല. ഞാൻ രക്ഷകനായി സ്വീകരിച്ച യേശു, ഞാൻ ജീവൻ കൊടുത്ത് പ്രഘോഷിക്കുന്ന യേശു എൻ്റെ കൂടെയുണ്ട്. എനിക്ക് സംരക്ഷണം തരും, എന്നെ കരുതും. എനിക്ക് ലജ്ജിക്കേണ്ടി വരത്തില്ല. അപ്പോസ്തലൻ പറയുക, ക്രിസ്ത്യാനിയെ പീഡിപ്പിച്ചുകൊണ്ട് നടന്ന പൗലോസ് ഒരു ക്രിസ്ത്യാനിയായി തീരുക. ക്രിസ്ത്യാനിയായി തീർന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ സ്വീകരിച്ചു, ഹൃദയത്തിൽ രക്ഷകനായി നാഥനായി സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ വചനം ശക്തമായിട്ട് പ്രഘോഷിക്കുന്ന വ്യക്തിയായിട്ട് മാറി. അപ്പോസ്തലൻ പറയുന്നു, പൂർണ്ണ ധൈര്യത്തോടെ ഇപ്പോഴും എന്ന പോലെ എപ്പോഴും ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവിതം വഴിയോ മരണം വഴിയോ മഹത്വപ്പെടണം. ഇതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ജീവിതം വഴിയോ മരണം വഴിയോ ക്രിസ്തു എന്നിൽ മഹത്വപ്പെടണം. ഇതാണ് എൻ്റെ ആഗ്രഹമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുക. ഇത് ഓരോ ക്രിസ്ത്യാനിക്കുമുള്ള സന്ദേശമാണ്. എൻ്റെ ജീവിതം വഴിയോ എൻ്റെ മരണം വഴിയോ ക്രിസ്തു മഹത്വപ്പെടണം. ആരാണ് ക്രിസ്ത്യാനി? ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നവനാണ് ക്രിസ്ത്യാനി. ക്രിസ്തുവിൻ്റെ വചനത്തിന്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് സാക്ഷിയായി ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക. ഹല്ലേലൂയ. ഇത് പരമപ്രധാനമാണ്. ഇന്ന് ധാരാളം ക്രിസ്ത്യാനികളുണ്ട്, നാമമാത്ര ക്രിസ്ത്യാനികളെന്ന് പറയും. അങ്ങനെ നമ്മൾ ജീവിച്ചാൽ പോരാ. ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി, അദ്ദേഹം ധ്യാനാവസരത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് എൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹം എന്നോട് പങ്കുവെച്ചു, അദ്ദേഹം ജോലി ചെയ്യുന്ന ഒരു ഉയർന്ന സ്ഥാപനത്തിലെ നല്ലൊരു പൊസിഷനിലാണ്. ഭാര്യയുണ്ട്, 3 മക്കൾ, 2 പെണ്ണുവരാണ്. ജീവിതത്തിൽ തകർച്ചകൾ, പരാജയമുണ്ടായപ്പോൾ ഒരു ധ്യാന കേന്ദ്രത്തിൽ താമസിച്ച് ധ്യാനം കൂടാനുള്ള ഒരു അവസരമുണ്ടായി. അങ്ങനെ ആദ്യമായിട്ട് ക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹം കേട്ടു. അക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ആ സഹോദരൻ്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് മാറ്റിമറിച്ചു. ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു. പിന്നെ കുടുംബം മൊത്തം ധ്യാനം കൂടി.
പക്ഷേ കുടുംബത്തിലുള്ളവർ ബാക്കി എല്ലാവരും വിശ്വാസത്തിൽ നിന്ന് പിന്നിലേക്ക് പോയപ്പോൾ ഈ വ്യക്തി വിശ്വാസത്തിൽ ഉറച്ചുന്നു. സ്നാനം സ്വീകരിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ച് ഒരു ക്രിസ്ത്യാനിയായിട്ട് മാറി. അവസാനം അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഭാര്യയ്ക്കും വേണ്ട, മക്കൾക്കും വേണ്ട, പുറത്താക്കപ്പെട്ടു. അദ്ദേഹം പറയുകയാണ്, എല്ലാ മാസവും ശമ്പളം വീട്ടിൽ ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിന് കൊടുക്കും. ഇദ്ദേഹത്തിൻ്റെ ചെലവിന് എടുക്കും, ബാക്കി കൊടുക്കും. ഒരു ലോഡ്ജിലാണ് താമസിക്കുന്നത്. ക്രിസ്തുവിനെ സ്വന്തമാക്കിയതിൻ്റെ പേരിൽ സ്വന്തം ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു മനുഷ്യൻ. ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക എളുപ്പമല്ല. അതിന് നമ്മൾ വില കൊടുക്കണം, ത്യാഗം ഏറ്റെടുത്തേ മതിയാവത്തുള്ളൂ. ഫിലിപ്പി ലേഖനം 1:27 പറയുന്നു, ഞാൻ നിങ്ങളെ വന്നു കണ്ടാലും നിങ്ങളിൽ നിന്ന് ദൂരസ്ഥനായിരുന്നാലും നിങ്ങൾ ഒരേ ആത്മാവോടും ഒരേ മനസ്സോടും കൂടെ ഉറച്ചു നിന്ന് സുവിശേഷത്തിലുള്ള വിശ്വാസത്തിനു വേണ്ടി പോരാടുന്നുവെന്ന് നിങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ തക്കവിധം ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമായ രീതിയിൽ നിങ്ങൾ ജീവിക്കണമെന്ന് മാത്രം. സുവിശേഷത്തിനു വേണ്ടി നിങ്ങൾ നിൽക്കണം. സുവിശേഷം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ പോരാടണമെന്നാണ് നമ്മയുടെ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമായ രീതിയിൽ ജീവിക്കണമെന്ന് മാത്രം. ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിച്ച്, ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവനാണ് ക്രിസ്ത്യാനി. ഹല്ലേലൂയ. ആരാണ് ക്രിസ്ത്യാനി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവതാണ് ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവനാണ് ക്രിസ്ത്യാനി. ഹല്ലേലൂയ. യേശുവേ നന്ദി. വിശ്വാസ ജീവിതം, ക്രൈസ്തവ വിശ്വാസ ജീവിതം ഒരു പോരാട്ടം തന്നെയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യഥാർത്ഥത്തിലൊരു ക്രൈസ്തവൻ അവൻ തൻ്റെ ആത്മീയ ജീവിതം പടുത്തുയർത്താൻ വേണ്ടി പിശാചിനോടും ലോകത്തോടും ശരീരത്തോടും പോരാടിക്കൊണ്ടിരിക്കുന്നവൻ തന്നെയാണ്. ക്രിസ്ത്യാനികൾ മതത്തിൻ്റെ വക്താക്കളല്ല. ക്രിസ്ത്യാനികൾ മതത്തിൻ്റെ വക്താക്കളല്ല. ക്രിസ്തു വന്നത് ഒരു മതം സ്ഥാപിച്ച് ആളിനെ കൂട്ടുവാനായിട്ടല്ല. ക്രിസ്തു വന്നത് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും രക്ഷിക്കാൻ വേണ്ടി, അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ വേണ്ടിയാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. ക്രിസ്തു ഒരു മതസ്ഥാപകനാണെന്ന് നിങ്ങൾ പറയരുത്. ഞാനും നിങ്ങളും മതത്തിൻ്റെ വക്താക്കളല്ല, നമ്മൾ ക്രിസ്തുവിൻ്റെ വക്താക്കളാണ്, ക്രിസ്തുവിൻ്റെ സാക്ഷികളാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുന്നവരായിട്ട് മാറാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ് ക്രിസ്ത്യാനി. ഹല്ലേലൂയ. മതത്തിൻ്റെ വക്താക്കളായി നമ്മൾ മാറേണ്ടവരല്ല, എവിടെയും ക്രിസ്തുവിനെ ഉയർത്തുന്നവരായിട്ട് നമ്മൾ മാറണം. ലൂക്കാ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 19 പറയുന്നു, രക്ഷകനായ യേശുവിൻ്റെ ജനനമാണത്. അവിടെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത, വലിയ സന്തോഷം. നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു മാനവരാശിയുടെ രക്ഷകനാണ്. സേവ്യർ. രക്ഷകൻ എന്ന് പറഞ്ഞാൽ സേവ്യർ, രക്ഷിക്കുന്നവൻ, മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ, രോഗത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ, പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ, കടബാധ്യതയിൽ നിന്ന് രക്ഷിക്കുന്നവൻ, തകർച്ചയിൽ നിന്ന് രക്ഷിക്കുന്നവൻ, പരാജയങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ,
രക്ഷിക്കുന്നവൻ, രക്ഷകൻ, സേവ്യർ. അതാണ് യേശുക്രിസ്തു. അല്ല, യേശുക്രിസ്തു രക്ഷകനാണ്. നീ ഏത് അവസ്ഥയിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിലും ആ അവസ്ഥയിൽ നിന്ന് രക്ഷിച്ചു നിന്നെ ഉയർത്തുവാനായിട്ട് യേശുവിന് സാധിക്കും. പാപത്തിൻ്റെ അടിമത്തത്തിൽ, ആസക്തിയുടെ അടിമത്തത്തിൽ കിടക്കുന്നവരെ യേശു രക്ഷിക്കും. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരെ, ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നവരെ അവൻ രക്ഷിക്കും, വിടുവിക്കും. ഉറപ്പാ. വൻ സാമ്പത്തിക തകർച്ചയിൽ നിന്ന്, ബിസിനസ് പരാജയങ്ങളിൽ നിന്ന്, മരണത്തിൻ്റെ പിടിയിൽ ഉൾപ്പെട്ട രോഗത്തിൽ നിന്ന്, വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച രോഗികളെ പോലും അവൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തു മാനവരാശിയുടെ രക്ഷകനാണ്. ഒരു മനുഷ്യനെ ഏതെല്ലാം അവസ്ഥയിലൂടെ കടന്നുപോയാലും അവിടെ രക്ഷിക്കാൻ യേശുവിന് സാധിക്കും. യേശു രക്ഷകനാണ്. ജീസസ് ഈസ് ദ ഓൺലി സേവിയർ. യേശുക്രിസ്തു മാത്രമാണ് രക്ഷകൻ. അവിടുന്ന് മാത്രമാണ് ദൈവം. ഹല്ലേലൂയ. യേശുക്രിസ്തു രക്ഷകനാണ്. ഒരു മതത്തിൻ്റെ വക്താവല്ല. ജാതിയോ മതങ്ങളോ ഒന്നും ഇവിടെ ബാധകമല്ല. ആര് യേശുവിലേക്ക് വരുന്നവരെല്ലാം യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. മാനവരാശിയെ രക്ഷിക്കാൻ വേണ്ടി അവൻ രക്തം ചൊരിഞ്ഞു കുരിശിൽ. ഗത്സമനെ ചിന്തിയ രക്തം അവിടം മുതൽ ഗാഗുൽത്താ മല വരെ അവൻ നമുക്ക് വേണ്ടി രക്തം ചിന്തി. ഓരോ മനുഷ്യ വ്യക്തിയുടെയും രക്ഷയ്ക്ക് വേണ്ടിയാ ക്രിസ്തു രക്തം ചിന്തിയത്. യേശു ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല, മാനവരാശിയുടെ സമ്പൂർണ്ണ രക്ഷകനും സമഗ്ര വിമോചകനുമാണ്. അവനിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. യോഹന്നാൻ 14:6 ഞാനാണ് വഴിയും സത്യവും ജീവനും. I am the way and the truth and the life. ഞാൻ വഴിയും സത്യവും ജീവനുമാ. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലെത്തുന്നില്ല. ഹല്ലേലൂയ. പിതാവിൻ്റെ അടുക്കലെത്തുവാൻ ഒറ്റ വഴിയുള്ളൂ, യേശുക്രിസ്തു. നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് യേശുവിനെ മഹത്വപ്പെടുത്താം. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ പോരാടേണ്ടവരാ. നമ്മൾ മതത്തിൻ്റെ വക്താക്കളല്ല, ക്രിസ്തുവിൻ്റെ വക്താക്കളാണ്. ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ഹല്ലേലൂയ. അടുത്തത്, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. നിയമാവർത്തന പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൻ്റെ 6-7 വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിങ്ങൾ ദൈവത്തിന് വിശുദ്ധ ജനമാണ്. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തമാണ്. ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് തൻ്റെ സ്വന്തം ജനമാകേണ്ടതിന് അവിടുന്ന് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഈ ഭൂമുഖത്ത് അനേകം ജാതികളുണ്ട്, ഗോത്രങ്ങളുണ്ട്, വിഭാഗങ്ങളുണ്ട്, വ്യത്യസ്തമായ നിറമുള്ള മനുഷ്യരുണ്ട്. പക്ഷേ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാ. ഈ ഭൂമുഖത്ത് തെരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ജനതയാണ് നിങ്ങൾ. ഒരു ക്രിസ്ത്യാനി തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. നീ വിളിക്കപ്പെട്ടവനാ, നീ വേർതിരിക്കപ്പെട്ടവനാ. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തെരഞ്ഞെടുത്തതും മറ്റു ജനതകളെക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായതുകൊണ്ടല്ല, നിങ്ങൾ മറ്റെല്ലാ ജനതകളെക്കാൾ ചെറുതായിരുന്നു. അത് പ്രത്യേകമായ തെരഞ്ഞെടുപ്പും പ്രത്യേകമായ വിളിയും കർത്താവ് നമ്മുടെ മേൽ
ഇട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരും പ്രത്യേകമായിട്ട് വേർതിരിക്കപ്പെട്ടവരുമാണ്. ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ, അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 34-35 തിരുവചനങ്ങൾ. കർത്താവാണ് ദൈവമെന്ന്, അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇവയെല്ലാം നിങ്ങളുടെ മുമ്പിൽ കാണിച്ചത്. നിങ്ങളെ പഠിപ്പിക്കാൻ അവൾ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കർത്താവ് കാണിച്ചുകൊണ്ട് തന്നെ ജനത്തെ നയിച്ചു. എന്തിനാണ്? ഞാനാണ് ദൈവമെന്ന്, തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് നിങ്ങളെന്ന് അത് പഠിപ്പിക്കാനും കാണിക്കാൻ വേണ്ടിയാണ്. ആകാശത്തു നിന്ന് എൻ്റെ സ്വരം നിങ്ങളെ കൽപ്പിച്ചു, ഭൂമിയിൽ തന്നെ മഹത്തായ അഗ്നി കാണിച്ചു. അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് അവിടുത്തെ വാക്കുകൾ നിങ്ങൾ കേട്ടു. അവിടുന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ശേഷം അവിടെ സന്താനങ്ങളെ തെരഞ്ഞെടുത്തു. അവിടുന്ന് തന്നെ മഹാശക്തിയും സാന്നിധ്യവും പ്രകടമാക്കിക്കൊണ്ട് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്തു. അവിടുന്ന് തന്നെ മഹാശക്തിയും സാന്നിധ്യവും വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യവും ശക്തിയും നമ്മിലും നമ്മുടെ സമൂഹത്തിലും വെളിപ്പെടുന്നത് ക്രിസ്തുവിലൂടെയാണ്. ദൈവത്തിൻ്റെ മഹാശക്തിയും സാന്നിധ്യവും വെളിപ്പെടുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. അവൻ്റെ നാമത്തിൻ്റെ ശക്തിയിലൂടെയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുക, മഹാശക്തി ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമാണ്. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് അവനെ മഹത്വപ്പെടുത്തി അവൻ്റെ നാമത്തെ ഉയർത്തുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇന്ന് അനേകം ക്രൈസ്തവരെ നാമമാത്ര വിശ്വാസികളാണ്. അനേകർ വിശ്വാസം ത്യജിച്ചവരായി തീർന്നു. അനേകർ ആഴമായ ബോധ്യങ്ങളോ ജ്വലിക്കുന്ന ഒരു ദൈവസ്നേഹത്തിൻ്റെ തീക്ഷ്ണതയോ ഇല്ലാത്തവരാണ് ക്രിസ്ത്യാനികൾ. ഈ അവസ്ഥ മാറേണ്ടിയിരിക്കുന്നു. വീണ്ടും വചനം പറയുന്നു, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ രാജാവിൻ്റെ മക്കളാ. ഹല്ലേലൂയ. നിങ്ങൾ ചെറിയവരല്ല, നിങ്ങൾ അത്ര മോശക്കാരുമല്ല. നിങ്ങൾ രാജാവിൻ്റെ മക്കളാ. രാജകീയ പുരോഹിത ഗണത്തിൽപ്പെട്ടവരാ. നിങ്ങൾ പുരോഹിതന്മാരാണ്. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ നിങ്ങൾ പ്രകീർത്തിക്കണം. അന്ധകാരത്തിൽ ക്രിസ്തുവിന് വെളിച്ചമായി തീരാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അന്ധകാരത്തിൽ പ്രകാശത്തിന് സാക്ഷ്യം കൊടുക്കണം നമ്മൾ. ഈ ലോകത്തിലെമ്പാടും ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ നടക്കുകയാണ്. പിശാചിങ്ങനെ ലോകത്തെ മനുഷ്യരെ കീഴ്പ്പെടുത്തുകയാണ്. അന്ധകാരത്തിൻ്റെ ശക്തികളും അന്ധകാരത്തിൻ്റെ പ്രവർത്തനങ്ങളും ലോകമെമ്പാടും പടർന്നു പിടിക്കുമ്പോൾ പ്രകാശം കൊടുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ് ക്രിസ്ത്യാനി. ഉപ്പ് ഉറകിട്ടുപോയാൽ ഉപ്പിനെങ്ങനെ ഉറകൂട്ടും? നിങ്ങൾ ഉപ്പായി തീരേണ്ടവരാണ്. വചനം പറയുക, നിങ്ങൾ വെളിച്ചമായി തീരേണ്ടവരാ, നിങ്ങൾ ഉപ്പായി തീരേണ്ടവരാ, നിങ്ങൾ പുളിമാവ് ആകേണ്ടവരാ. ക്രിസ്ത്യാനിയുടെ ദൗത്യം ഇതാ. നിങ്ങൾ രാജകീയ പുരോഹിത ഗണമാണ്. മാമോദീസ എന്ന കൂദാശയിലൂടെ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിലും രാജത്വത്തിലും പ്രവാചകത്വത്തിലും ഒക്കെ നമ്മൾ പങ്കുചേർക്കപ്പെടുകയാണ്. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ചെറിയ പദവിയല്ല, വലിയ പദവിയാണ് നമുക്കുള്ളത്. ഞങ്ങൾ വിശുദ്ധ ജനതയാ.
വംശമാ. ഉന്നതമായ ഒരു സ്ഥാനം ക്രിസ്ത്യാനിക്ക് ഉണ്ട്. ദൈവത്തിൻ്റെ മുൻപിൽ ഉന്നതമായ സ്ഥാനമുള്ളവരാണ് നമ്മളെല്ലാവരും. ഹല്ലേലൂയ. അവൾ ക്രിസ്ത്യാനി ആരാണെന്നും ക്രിസ്ത്യാനിയായ എൻ്റെ ദൗത്യം എന്താണെന്നും എൻ്റെ മഹത്വം എന്താണെന്നും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കലും ഒരു അക്രൈസ്തവ സഹോദരൻ ധ്യാനം കൂടുകയാണ്. ധ്യാനാവസരത്തിൽ എൻ്റെ അടുക്കൽ വന്നിട്ട് എൻ്റെ ഈ കൈകളിൽ പിടിച്ചിട്ട് അദ്ദേഹം പൊട്ടിക്കരയുക. ഞാൻ ഓർത്തു, എന്താണ് ഈ സഹോദരൻ കരയുന്നത്? ഞാൻ ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? അദ്ദേഹം പറയുകയാണ്, എല്ലാവരും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, എനിക്കതിന് പറ്റുന്നില്ല, കാരണം ഞാനൊരു അക്രൈസ്തവനാണ്. ഉണ്ടോ? ആദ്യമായിട്ട് ധ്യാനത്തിൽ പങ്കെടുക്കുന്നൊരു വ്യക്തിയാണ്. പൊട്ടിക്കരയുകയാണ് അദ്ദേഹം. എനിക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. നമ്മിൽ എത്ര പേർക്ക് ആ തീഷ്ണതയുണ്ട്? ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനുള്ള തീഷ്ണത, ആ ഒരുക്കം, ആ വിശുദ്ധി എത്ര പേർക്കുണ്ട്? നമ്മുടെ വില നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്ത്യാനി, അവൻ്റെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നു. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ പ്രിയ ജനമാണ് നമ്മൾ ഓരോരുത്തരും, പ്രിയ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. ഇനി ക്രിസ്ത്യാനികൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആചാര അനുഷ്ഠാനങ്ങളിൽ കുടുങ്ങി നിങ്ങൾ ജീവിക്കുവാനായിട്ട് പാടില്ല. പൗലോസ് അപ്പോസ്തലൻ കൊളോസ്സോസ് ലേഖനത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു. കൊളോസ്സോസ് 2-ാം അധ്യായത്തിൽ 16 മുതൽ 19 വരെയുള്ള വചനങ്ങൾ. ആചാര അനുഷ്ഠാനങ്ങളിൽ കുടുങ്ങി ആത്മീയത നമ്മൾ നശിപ്പിച്ചു കളയരുത്. ഒരു ക്രിസ്ത്യാനിയുടെ ആധ്യാത്മികത എന്ന് പറയുന്നത് അത് ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ റിലേഷൻഷിപ്പാണ്, ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ്. അല്ലല്ലേ? പേഴ്സണലായിട്ടുള്ള ക്രിസ്തുവുമായിട്ടുള്ള അടുപ്പമാണ്. ഹല്ലേലൂയ. ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ ആരും നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ. അതുപോലെ തന്നെ ഉത്സവങ്ങളുടെയും അമാവാസികളുടെയും സാബത്തിൻ്റെയും ആചരണത്തിലും ഇവയെല്ലാം വരാനിരിക്കുന്നവൻ്റെ വെറും പ്രതിച്ഛായകൾ മാത്രമാണ്. തിരുനാൾ ആഘോഷിക്കുന്നു, എണ്ണയൊഴിക്കുന്നു, നൊവേനയെ ചൊല്ലുന്നു, അങ്ങനെ കുറേ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കുടുങ്ങി നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ തകർത്ത് കളയരുത്. യേശുവുമായിട്ട് ആഴമായൊരു ബന്ധത്തിലേക്ക് വരാൻ വേണ്ടി ജീവിതത്തിൽ എന്തും നഷ്ടപ്പെടുത്താൻ നമ്മൾ തയ്യാറാവണം. അതാണ് ക്രൈസ്തവ ആധ്യാത്മികത എന്ന് പറയുന്നത്. യഥാർത്ഥമാവട്ടെ ക്രിസ്തുവും മായാദർശനങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് കപട വിനയത്തിലും ദൈവദൂതന്മാരുടെ ആരാധനയിലും ആഭിമുഖ്യം കാണിക്കുന്ന ആളുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഉണ്ടോ? ദൈവദൂതന്മാരുടെ ആരാധന നമ്മുടെ വിശ്വാസത്തെ മറ്റൊരു രീതിയിലേക്ക് നയിക്കുവാൻ, അല്ല തെറ്റായ വഴിയിലേക്ക് പോകുവാനായിട്ട് ഒരിക്കലും ഇടം കൊടുക്കരുത്. നമ്മുടെ ആരാധനാ വിഷയം യേശു ക്രിസ്തുവാണ്. നമ്മൾ ആരാധിക്കുന്നത് യേശുവിനെ മാത്രമാണ്. യേശുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അവർ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവർ ഭോഗാലസ്യമായ മനസ്സോടുകൂടെ വ്യർത്ഥമായി അഹങ്കരിക്കുന്നവരത്രേ. അവർ ശിരസിനോട് ഗാഢബന്ധം പുലർത്തുന്നില്ല. ശരീരം മുഴുവൻ സന്ധിബന്ധങ്ങളാലും ശിരകളാലും പരിപുഷ്ടമാക്കപ്പെട്ട് കൂട്ടിയിണക്കപ്പെട്ടും ദൈവഹിതാനുസരണം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് ശിരസിൽ നിന്നാണല്ലോ. ഹല്ലേലൂയ. അത് ശിരസായ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ് നമുക്കുണ്ടാവേണ്ടത്. നമ്മളവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായി നമ്മൾ ഓരോരുത്തരും അവനോട് ചേർന്ന് നിൽക്കണം. നമ്മുടെ ആരാധനയും സ്തുതിയും എല്ലാം യേശുവാണ്. യേശുവിനെ മാത്രം മഹത്വപ്പെടുത്തുക.
അവൻ്റെ സ്തുതിക്ക് വേണ്ടി ജീവിക്കുക. ഇതിന് അവിടുന്ന് നമ്മളെ സഹായിക്കാൻ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. സഹായകൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി തീരാൻ, സ്നേഹത്തിന് സാക്ഷ്യം കൊടുക്കുന്ന സാക്ഷികളായിട്ട് മാറുവാൻ നമുക്ക് കഴിയട്ടെ. കൊളോസോസ് 2:8 ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യങ്ങൾക്കവാത്തം ചേർന്നുമായ വ്യർത്ഥപലോപനത്തിലും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ പൂർണ്ണത മുഴുവൻ ക്രിസ്തുവിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. അവൻ എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സാണ്. അവനിലേക്കാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു അവിടുന്ന് മാത്രമാണ് കർത്താവ്. അവിടുന്ന് മാത്രമാണ് രക്ഷകൻ. അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനെ നമുക്ക് ആരാധിക്കാം. യേശുവിനെ ഒത്തിരി സ്നേഹിക്കാം. അവനെ മഹത്വപ്പെടുത്താം. ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ കർത്താവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.